എതിര് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റെ ഫാൻസ് ആയിരിക്കും ഈ പറഞ്ഞ കമൻറ്റ് അടിക്കുന്നത്. അല്ലാതെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകളുണ്ട്, അവരെന്നും അനുമോളെ ഇഷ്ടപ്പെടും. അത് ഇനി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നെഗറ്റീവ് ഒരാൾ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ കൂടെ പുറത്തായിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പ്ലാച്ചിയാണ് അവിടുന്ന് എവിക്റ്റായി പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം ബിഗ് ബോസ് BB ഹോട്ടലിൻ്റെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഷിയാസ് കരീമും ശോഭയും കൂടെ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെടുത്ത് പ്ലാച്ചി എന്തെന്ന് ചോദിക്കുന്നു, പ്ലാച്ചിയെ തരാൻ പറയുന്നു, അങ്ങനെ എടുത്തു കൊടുക്കുന്നു. അത് എടുത്തുകൊണ്ട് പോയി വെളിയിൽ പോയിട്ട് വലിച്ചൊരു എറിയുന്നു. എനിക്ക് തോന്നുന്നു ഷിയാസ് കരീം പഴയൊരു റിവഞ്ച് തീർക്കാമെന്ന് തോന്നുന്നു കേട്ടോ. പഴയൊരു ഷിയാസിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു ഉണ്ടല്ലോ, ഇവരെ സീസണിനകത്ത് തരികിട സാബു ഷിയാസിൻ്റെ ഡ്രസ്സ് എടുത്ത് ഇതേപോലെയാണ് എറിഞ്ഞു കളഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം തീർത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ, കുറേ ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ പാവയായിരുന്നു, അത് എന്തിനാണ് എടുത്തു കളഞ്ഞത്, അത് മോശമായി പോയെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഷിയാസ് കരീം അത് നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് അത് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. അത് നന്നായെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ ഒരു പാവ അനുമോളെ ഗെയിമിനെ ബാധിച്ചേനെ, നല്ല രീതിയിൽ ബാധിച്ചേനെ. ഇപ്പോൾ അത് ബാധിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഓക്കെ, അത് വെച്ചൊക്കെ ഗെയിം കളിക്കുന്ന അത് ജനങ്ങൾ ഇഷ്ടപ്പെടും. ഇത് കണ്ടിന്യൂ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഈ അനുമോളെ ഗെയിമിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുമില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അതെടുത്ത് അയ്യത്ത് കളഞ്ഞത്. അതില്ലാതെ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളി. ശരിയാണ്, ഈ കഴിഞ്ഞ 1-2 വീക്കായിട്ട് അനുമോള്, ഒരു വീക്കായിട്ട്, കഴിഞ്ഞ വീക്ക് 2 വീക്കല്ല, കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ വന്നതിന് ശേഷം അനുമോളൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അത്രയും ഫയർ ചെയ്തത് പിന്നെ പുറത്ത് എങ്ങനെയാണ് സംസാരങ്ങൾ നടക്കുന്നത്, അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു സങ്കടപ്പെട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതിനൊക്കെ ശേഷം അനുമോളൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാവ കാരണം അനുമോളെ ഗെയിമിനെ അത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഷിയാസ് കരീം അതെടുത്ത് കളഞ്ഞത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. കളഞ്ഞതിന് ശേഷം അനുമോൾ അലറി കരഞ്ഞ് അവിടെ കിടന്നിട്ട് എൻ്റെ പ്ലാച്ചി എന്തിനാ എടുത്ത് കളഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് അലറി കരഞ്ഞു. അപ്പോൾ ഷിയാസ് കരീം പറയുന്നുണ്ട്, നിനക്ക് ഒന്നല്ല ഒരു 100 പ്ലാച്ചിയെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മേടിച്ച് തരാം, നീ ഇപ്പോൾ ഇവിടെ ഒന്ന് ഗെയിം കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി എടുത്ത് കളഞ്ഞത്. അതുപോലെ അനുമോൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് പോയിരുന്ന് അവിടെ നിന്ന് കരയുന്ന സമയത്ത് ശോഭ വിശ്വനാഥനും കൂടെ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അനുമോളെ നീ ഒറ്റയ്ക്കൊന്ന് ഗെയിം കളിക്കും, നിനക്കിപ്പോൾ പാവയുടെ ആവശ്യം എന്തിനാണ്, നീ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാവില്ലേ, നീ ഇവിടെ എന്തിനാണ് വന്നിട്ടുള്ളത്, ഗെയിം കളിക്കാനല്ലേ, അപ്പം ഗെയിം കളിക്കുക, അല്ലാതെ പാവയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനല്ലോ നീ ഇവിടെ വന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ കരഞ്ഞാണോ പ്രതികരിക്കേണ്ടത്, അല്ല ഈ ഒരു രീതിയിലാണോ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശോഭ വിശ്വനാഥനും സംസാരിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇവർ രണ്ടുപേരും അനുമോളെ സപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞൊരു പാവക്കുട്ടി ആ ഗെയിമിനെ അത് ബാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പുള്ളിക്കാരിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് മൊബൈലില്ല, അതുപോലെ ഫാമിലി ഇല്ല, കൂട്ടുകാരില്ല. അവിടെ 10-20 പേര് കൊണ്ടിട്ടിട്ട് അവരെല്ലാം പരസ്പരം അറിയാവുന്ന ആൾക്കാർ കാണും, അറിയാത്ത ആൾക്കാർ കാണും. പക്ഷെ അവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. അടുത്തിരുന്ന് കാര്യങ്ങൾ പറയുകയും അതുപോലെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നർ ആവുക, ടൈറ്റിൽ വിന്നർ ആവുക, അതാണ് എല്ലാവരും ഉദ്ദേശം. കപ്പടിക്കുക, ടൈറ്റിൽ വിന്നർ ആവുക. അപ്പം അവിടെ പല രീതിയിൽ ഗൂഢാലോചനകൾ നടത്തി നിന്ന് പോകുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്കിടയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു ലോകത്ത് നിൽക്കുന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പം അനുമോളെ കയ്യിൽ ഈ പാവ ഇരിക്കുന്നിടത്തോളം കാലം അനുമോൾക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. മുമ്പോട്ട് ഈ പാവം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. കാരണം അവിടെ മൊബൈലില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഒരു മനുഷ്യനില്ലാത്ത സ്ഥിതിക്ക് ഈ പാവം കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിലങ്ങ് ഒതുങ്ങിപ്പോവും. അങ്ങനെ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മുമ്പുള്ള സീസണിനകത്ത് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷിയാസ് കരീമും ഈ ശോഭ വിശ്വനാഥനും ഇതിനെ പറ്റിയിട്ട് ഇത് എടുത്തു കളഞ്ഞിട്ട് അനുമോളെടുത്ത് പറയുന്നതും സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഷിയാസ് അനുമോളോടുള്ള ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കാനോ അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് നിന്നതോ അല്ല. ഒരുപാട് പേര് കമന്റ് ഇടുന്നത്, ഞാൻ ആ ഏഷ്യനെറ്റിന്റെ ആ പ്രൊമോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കുന്നുണ്ട്, ഇത് അനുമോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്ത വേലയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലുമല്ല. കാരണം അത് പറയാൻ കാര്യം എന്താ അറിയോ, ഷിയാസ് കരീമിന്റെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ളൊരു ഓൺലൈൻ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുമോളെ പറ്റിയിട്ട് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഷിയാസ് കരീമിന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അനുമോളെന്ന്.
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ലൊരു ബോണ്ട് ഇവർ തമ്മിലുണ്ട്. പുറത്താണെങ്കിലും ഇപ്പോൾ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇവർ രണ്ടും സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുമിച്ച് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ഇവരെ ഇനാഗുറേഷനൊക്കെ ഒരുമിച്ച് പോകുന്നതും, ഷിയാസിന്റെ ജിമ്മിലൊക്കെ ഇനാഗുറേഷനും, ഷിയാസിന്റെ വീട്ടിലൊക്കെ ഇനാഗുറേഷനും, ഇതുപോലെ സ്റ്റാർ മാജിക് ടീമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബോണ്ടുള്ള ആൾക്കാരാണ്, ഫ്രണ്ട്ഷിപ്പ് നല്ലവണ്ണം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഇത് ഷിയാസ് കരീമിന് അനുവിൻ്റെ അടുത്തുണ്ട്. അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിലും ഉണ്ട്. കാരണം ലക്ഷ്മി പബ്ലിക്കിലും പറഞ്ഞു, ഞാൻ രേണുവിനെയാണോ അതോ അനുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അനുവിനാണ് സപ്പോർട്ട്, എൻ്റെ വോട്ട് അനുവിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിയാസ് കരീമിൻ്റെ ഒരു വീഡിയോ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ചാനലിനകത്ത് കൊടുത്തൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ അനുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. കാരണം ഇങ്ങനെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ കാണും, ഷിയാസ് കരീം വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട്, അനുമോളോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. കാരണം പൂർണ്ണമായിട്ടും ഷിയാസ് അനുമോളെ സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ആ വീഡിയോ ഇവിടെ ഞാൻ കാണിക്കാം. എതിര് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റെ ഫാൻസ് ആയിരിക്കും ഈ പറഞ്ഞ കമന്റ് അടിക്കുന്നത്. അല്ലാതെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകളുണ്ട്, അവരെന്നും അനുമോളെ ഇഷ്ടപ്പെടും. അത് ഇനി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നെഗറ്റീവ് പറയാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ അനുമോളെ, കാരണം എൻ്റെ സിസ്റ്ററാണ്. ബേസിക്കലി അനുമോള് ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ഘാടന അനുമോള് അവൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവൾക്ക് സങ്കടം തോന്നുന്ന നിമിഷത്തിൽ അവൾ ഒരു വ്യക്തി പറഞ്ഞാൽ പോലും ഇമോഷണലി പെട്ടെന്ന് സങ്കടം. ഞാനും ബോസിന് മാത്രമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനെന്നും പ്രൗഡോട് പറയും, അനുമോള് ഒരു 100 ദിവസം ബിഗ് ബോസിൽ ഉണ്ടാവും. എനിക്കത് ഏറ്റവും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യണം ബിഗ് ബോസ്? അനുമോൾ എൻ്റെ സിസ്റ്ററാണ്. അവളെ നമ്മള് സീസൺ തീരുന്നവരെ സപ്പോർട്ട് ചെയ്യും. അല്ല, കപ്പ് അതെനിക്ക് ഒരിക്കലും പറയാൻ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പ് ആർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. കേട്ടല്ലോ, പുള്ളിക്കാരൻ പൂർണ്ണമായിട്ടും സപ്പോർട്ടാണ്. ഇനി അവിടെ വിൻ ചെയ്താലും വിൻ ചെയ്തില്ലെങ്കിലും അനുമോൾക്കാണ് എൻ്റെ പൂർണ്ണ സപ്പോർട്ടെന്ന് ഷിയാസ് ഓൾറെഡി എനിക്കൊന്ന് 1-2 മീഡിയാസിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മീഡിയാസിൻ്റെ അടുത്ത് പബ്ലിക്കിൽ വെച്ച് അനുമോള ഗെയിം ബിഗ് ബോസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ മാജിക്കൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് പിടികിട്ടും, മനസ്സിലാവും. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ പുള്ളിക്കാരി ഇതുപോലെ പെട്ടെന്നുള്ള കാര്യത്തിൽ ചെറിയ പ്രശ്നത്തിലൊക്കെ ഇമോഷൻ ആവുന്ന ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം സ്റ്റാർ മാജിക്ക് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ അനുവിൻ്റെ ക്യാരക്ടർ നല്ലപോലെ മനസ്സിലാവും. അത് സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാം കാണാത്ത ആൾക്കാർക്കാണ് ഈ അനു എന്താണെന്ന് അറിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അനു അവിടെ കരച്ചിൽ നാടകം ഇറക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറക്കുന്ന കരച്ചിൽ കാർഡ് ഇറക്കുന്നതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ അതാ, സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന നമുക്ക് സ്റ്റാർ മാജിക് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അനു എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കരയുന്ന ഒരാളാണെന്ന് മനസ്സിലായി. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ഒക്കെ ഇപ്പം ചിലർ 30 വയസ്സായിട്ടും അല്ലെങ്കിൽ 40 വയസ്സായിട്ടും 50 വയസ്സായിട്ട് കരയുന്നെന്ന് പറയുന്നുണ്ട്. ഇടയിൽ 40 വയസ്സായിട്ടുള്ള ആൾക്കാർ കരയും, 50 വയസ്സായിട്ടുള്ള ആൾക്കാർ കരയും, 60 വയസ്സായിട്ടുള്ള ആൾക്കാർ കരയും, 70 വയസ്സായിട്ടുള്ള ഈ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാം കരയുന്നുണ്ട്. അതൊക്കെ ഓരോ വ്യക്തിയുടെ ഇമോഷൻസ് ആണ്. ദേഷ്യം വരത്തില്ലേ? ഈ ദേഷ്യം പോലെയാണ് ഈ കരച്ചിലും, സങ്കടം, ദേഷ്യം, ഇതുപോലുള്ള ചിരി, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ആണ്. അത് 30 വയസ്സായിട്ടും ചിലർ ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ്, 30 വയസ്സായിട്ടും കരച്ചിൽ നാടകം എടുക്കുന്ന, അഭിനയം ഇറക്കുന്ന 30 വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് കരഞ്ഞൂടെ? അല്ലെ ചിരിച്ചൂടെ? അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഒട്ടും ഐക്യമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഇത് പൂർണ്ണമായിട്ടും ഷിയാസ് അനുവിനെ സപ്പോർട്ട് ചെയ്തതാണ്. നല്ല കാര്യം കേട്ടോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം അനുവിൻ്റെ മുമ്പോട്ടുള്ള ഗെയിമിനെ ആ പാവ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ അതെടുത്ത് അയ്യത്ത് കളഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഷിയാസ് ഇറങ്ങുന്ന സമയത്ത് 2-3 ദിവസം എന്തായാലും BB ഹൗസിനകത്ത് ഇവർ കാണും. ഇവരിറങ്ങുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഷിയാസ് കരീം എന്തായാലും പറയുന്നതായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ശോഭയുടെ ഇഷ്ടപ്പെടാത്ത, ശോഭ വന്ന ഉടനെ നമ്മളെ വേദലക്ഷ്മി എടുത്ത് ഉടുത്തിട്ടുണ്ട്. വന്നപ്പോഴേ ഓൾറെഡി വേദലക്ഷ്മിയുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് വൃത്തിയാവട്ടെ എന്ന് കരുതിയിട്ട് മനസ്സിലെ അഴുക്കൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി അടിച്ച് കുളിച്ചിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കയറി ഇരുന്നു, കിച്ചൺ സ്റ്റാവിലുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അവിടെ കയറി ഇരുന്നത് ഒരു റെസ്പെക്റ്റ് രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കിച്ചൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളെ വീടല്ല, നമ്മളെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പബ്ലിക്കിൽ 72 ക്യാമറയും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമിൽ കിച്ചണിൽ കയറി ഇങ്ങനെ വലിയൊരു രാജാവിനെ പോലെ ഇങ്ങനെ ഇരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഏത് സീസണിലാണെന്ന് അറിയത്തില്ല, ഈ സീസണിലാണെന്നോ ഓർക്കുന്നില്ല. എപ്പോഴും ലാലേട്ടൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞൊരു ഏരിയ
നമ്മൾ ഒരു ബഹുമാനിക്കേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ നല്ലപോലെ പരിചരിക്കേണ്ട ഒരു സ്ഥലമാണ് കിച്ചൺ ഏരിയ. നമ്മൾ ആരംഭിച്ച് കഴിക്കുന്ന സ്ഥലമല്ല. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ സ്ലാബിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം